നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രതീക്ഷകൾ തകർന്നു പോകുമെന്നൊരു വിചാരം ഉള്ളിലുണ്ട് അല്ലേ? ഒന്നും അറിയില്ല വിദ്യമ്മേ. അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവുന്നില്ല. ഇവിടെയാണെങ്കിൽ കല്യാണം നടക്കുന്നുള്ള മട്ടാണ്. എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയമില്ല. ഒരിടത്തും തോൽക്കാൻ മനസ്സിലാത്ത ഒരാളാണ് അമ്മ. മകന്റെ മുമ്പിൽ തോക്കേണ്ടി വന്ന അമ്മ പിന്നെ ജീവിച്ചിരിക്കില്ല. അമ്മയുടെ സ്വഭാവം ആരറിയുന്നതിലും ഭംഗിയായിട്ട് എനിക്കറിയാം. അമ്മയുടെ വാക്ക് ധിക്കരിച്ച് സൗവർണിയം സ്വീകരിച്ച് ഞാൻ അങ്ങോട്ട് ചെന്ന അമ്മ തടയൊന്നുമില്ല. പക്ഷേ ഞാൻ അവിടെ എത്തും മുമ്പ് അമ്മ ഈ ലോകം വിട്ടു പോയിട്ടുണ്ടാവും. അത് താങ്ങാൻ എനിക്കാവില്ല. സൗവർണിയെ വിവാഹം കഴിച്ചാൽ അമ്മയെ നഷ്ടപ്പെടും. സൗവർണിയെ സ്വീകരിക്കാനുള്ള ഒരു തീരുമാനം ഇപ്പം ഞാൻ എടുത്തില്ലെങ്കിൽ സൗവർണിയെ എനിക്ക് നഷ്ടപ്പെടും. തീയ്ക്കും കടലിനും നടുക്കുപെട്ടുപോയ അവസ്ഥയിലാണ് ഞാൻ. നിരാശ വേണ്ട, പരിഹാരമാർഗങ്ങൾ തെളിഞ്ഞേക്കും. എന്ത് പരിഹാരം? സൗവർണിയെ ഞാൻ കൊണ്ടുപോകുന്നതിൽ അവളുടെ അച്ഛൻ എതിർപ്പില്ല. പക്ഷേ അമ്മയുടെ അനുമതി കിട്ടാതെ എനിക്കത് സാധ്യവുമല്ല. സന്ദീപ് വിഷമിക്കണ്ട, വഴി തെളിയും. വിശ്വസിക്കാം. അവിടെ നിന്നേ, ഇങ്ങൊന്നേ. എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടും പോകണ്ട. ആ വന്ന പയ്യനെ കണ്ടല്ലോ, അവനുമായിട്ടുള്ള നിന്റെ കല്യാണം ഞാൻ അങ്ങ് ഉറപ്പിച്ചു. അതിനുവേണ്ടി അല്പസ്വല്പം കടം വാങ്ങേണ്ടി വന്നാലും ഞാൻ അങ്ങ് സഹിച്ചു. ഒരുപാട് ദിവസമൊന്നും വെച്ച് താമസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏറ്റവും അടുത്ത് കിട്ടുന്ന മുഹൂർത്തം, ആ മുഹൂർത്തത്തെ കല്യാണം. മനസ്സിലായോ? നീ കല്യാണം ഉറപ്പിക്ക്, നടത്തുകയൊക്കെ ചെയ്തോ. അതിന്റെ പേരിൽ എന്തിനാ ഈ കുട്ടി കടയിൽ പോകുന്നത് തടഞ്ഞു വെക്കുന്നേ? എന്തായാലും കല്യാണം കഴിഞ്ഞാ പിന്നെ ഇവള് കടയിലുണ്ടാവില്ലല്ലോ. കുമാരേട്ടനും സുരേന്ദ്രേട്ടനൊക്കെ അതൊന്നും നേരത്തെ പരിചയമാവുന്ന നല്ലതല്ലേ? ഇവളില്ലെങ്കിലും കട നടന്നു പോണ്ടേ അമ്മേ. കല്യാണം കഴിഞ്ഞാ ആ പയ്യൻ പറയുന്ന പോലെ ജീവിക്കണം. അവൻ കടയിൽ നിൽക്കാൻ അനുവദിച്ചാ കടയിൽ വരാം. അതല്ല വീട്ടിൽ തന്നെ ഇരിക്കാനാ പറയുന്നെങ്കിൽ വീട്ടിലിരിക്കണം. അതുവരെ അവിടെയൊക്കെ നടന്ന് അവരെ കൊണ്ട് മറിച്ചൊരു തീരുമാനം എടുപ്പിക്കണ്ട. മനസ്സിലായോ? പറഞ്ഞ ഒന്നും ഇഷ്ടായില്ല തമ്പുരാട്ടിക്ക്. ദേവി, എന്റെ മനസ്സ് പൂർണ്ണമായി അറിയുന്നത് ദേവി മാത്രം. എന്റെ ഇഷ്ടങ്ങളെ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. അത് അവിടുത്തെ ഹിതം. അത് ഞാൻ അനുസരിക്കും. ദേവുട്ടി, വിഷമിക്കണ്ട കുട്ടിയെ. നിനക്ക് എന്തു വന്നാലും അത് ദേവിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. നിനക്ക് ഒരുപാട് പരീക്ഷകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു പരീക്ഷയ്ക്ക് ദേവി ഇടവെക്കില്ല.